ഇപ്പൊ എന്താ ഏറ്റവും ഒടുവിൽ അറിഞ്ഞിരിക്കുന്നത്? ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ഇതിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നല്ലേ? ഇനി മറ്റു കേന്ദ്രമന്ത്രിമാരുണ്ട്, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുണ്ട്, നമുക്ക് നോക്കാമെന്നേ ആരൊക്കെ വരും വരില്ല എന്ന്. ഇവിടെ പത്തനംതിട്ടയിൽ വന്ന് സ്വാമി ശരണം എന്ന് പറഞ്ഞ മോദിയില്ലേ, മോദിക്കും പോകണം ശരിക്കും പറഞ്ഞാൽ ജയിക്കെ ഒരു ക്ഷണക്കത്ത് വരുമോ ഇല്ലയോ എന്ന് നോക്കാം. ശ്രീരാഹുൽ അല്ല, നല്ല കാര്യമല്ലേ എല്ലാരെയും വിളിക്കട്ടെ കഴിയുന്നത്ര. ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരു സമവായം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ? അതായത് തമിഴ്നാട് ജല്ലിക്കെട്ടിനെയും തമിഴിന്റെ സംസ്കാരത്തെയും സംരക്ഷിക്കുന്ന പോലെ നമ്മുടെ മലയാളികൾ CPM-ഉം കോൺഗ്രസും BJP-യും ഒരുമിച്ച് നിന്ന് നമ്മുടെ ഒരു കോമൺ ഐക്കണായ ശബരിമല അയ്യപ്പനെ, മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. ഒരുപക്ഷെ ശ്രീ വേണുവിന് ഓർമ്മ കാണും, പണ്ട് ശ്രീ വേണു എന്നോട് എന്ത് ചോദിച്ചാലും അയ്യപ്പനും വാവരും എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങാറുള്ളായിരുന്നു. ആ രീതിയിൽ അയ്യപ്പനെയും വാവരെയും ഒക്കെ എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നതും നമ്മുടെ മതസൗഹാർദ്ദം ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJP-യും കോൺഗ്രസും മറ്റൊരു നിലപാട് ഒരുപക്ഷെ രാഷ്ട്രീയപരമായി എടുക്കേണ്ടി വരും. NSS-നും SNDP-ക്കും ഹൈന്ദവ സംഘടനകൾക്കും ഗവൺമെന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ ചെയ്യുന്നതാണ്, നല്ല കാര്യമാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നല്ലാതെ മറ്റൊരു സ്റ്റാൻഡ് എടുക്കാം. രാഹുൽ, ഇപ്പോ സംഗീത് കുമാറിന്റെ കാര്യം പറഞ്ഞു, പിന്നെ വിമർശനം വന്നപ്പോൾ പിന്നെ അതെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്ത് സുകുമാരൻ നായർ ഒരു നിലപാടെടുത്തു. അങ്ങേക്ക് സുകുമാരൻ നായരെ അറിയാമല്ലോ, അങ്ങനെ വിമർശനം കേട്ട് എന്നാൽ പിന്നെ അക്കോമഡേറ്റ് ചെയ്തൊരു നിലപാടെടുക്കാം. അങ്ങനെയൊന്നുമല്ല, കർക്കശക്കാരനാണ് സുകുമാരൻ നായർ. ഇതിനകത്ത് കൃത്യമായ നിലപാട് പറഞ്ഞു, ഇതിനൊരു രാഷ്ട്രീയ മുഖം ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, അതിൽ അനുകൂലമായൊരു തീരുമാനം വന്നപ്പോൾ കൃത്യമായി സഹകരിക്കാൻ നിശ്ചയിക്കുകയുണ്ടായി. ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ ശ്രീകുമാർ ആയാലും BJP-ക്കാരായാലും ഹിന്ദു ഐക്യവേദിക്കാരായാലും എല്ലാം വിലപിച്ചുകൊണ്ടിരിക്കുന്നത് നാമജപഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് ഇപ്പോഴും കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നു. ആ കേസുകളുടെ സ്ഥിതി എന്തായി? അത് പിൻവലിക്കണം. നോക്ക് ശ്രീ രാഹുൽ, അല്ല ഞാൻ ചോദിക്കുന്നത്, സുകുമാരൻ നായർക്ക് ഇല്ലാത്ത വേദന എന്തിനാണെന്നേ? ശ്രീകുമാർ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗവും ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയും BJP-യും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് അവർ പറയുന്നില്ലല്ലോ. അല്ലല്ല, ഇതെല്ലാം ഒരു ഹിന്ദു കുടുംബം അല്ലല്ല, ഇത് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഒരു ഹിന്ദു കുടുംബമാണ്. ആ ഹിന്ദു കുടുംബത്തിൽ വ്യത്യസ്ത വിഭാഗം കാണും. ഹിന്ദുത്വവാദികളും ഈ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. RSS-ലെയും BJP-യിലെയും നാമജപഘോഷയാത്ര കൃത്യമായി ആരിൽ നിന്നാണ് വന്നത്? NSS-ന്റെ നേതൃത്വത്തിലാണല്ലോ വന്നത്. ആ NSS-ന് ഇപ്പോൾ പരിഭവമില്ല. ആ NSS അങ്ങനെ ഒരു ഉപാധി വെച്ചിട്ടില്ല. നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിരിക്കുന്ന കേസുകൾ അത് പിൻവലിച്ചാലേ അയ്യപ്പ സംഗമത്തിലേക്ക് പ്രതിനിധിയെ വിടൂ എന്ന് പറഞ്ഞിട്ടില്ല സുകുമാരൻ നായർ. പിന്നെ ഒരു സെക്കൻഡ്, പിന്നെ എന്തിനാണത് ഹിന്ദു ഐക്യവേദി പറയുന്നത്? പിന്നെ എന്തിനാണത് സതീശൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്? അപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതിന്റെ അസ്കേത മാത്രമാണ് ആ പ്രതികരണങ്ങളിൽ. അത് രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് വളരെ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഒരുപാട് പേർക്ക് അങ്ങനെ കേസുകളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈ CAA-യുടെയും ശബരിമലയുടെയും കേസുകളൊക്കെ പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് കുറെ കൂടെ പേരിലേക്ക് എത്ര കേസുകളാണ് കിടക്കുന്നത്? അങ്ങനെയുണ്ടല്ലോ, എത്ര കേസുകൾ? ഞാൻ വരാം. ഒരു സെക്കൻഡ്, അത് ജയ്ക്ക് അടക്കമുള്ളവർ മികച്ച രാഷ്ട്രീയക്കാരാണ്, ഞാൻ അടക്കമുള്ളവർ സാധാരണക്കാരാണ്. ഈ വിഷയത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് 82 വയസ്സുള്ള എന്റെ മുത്തശ്ശിയാണ്. ഇപ്പം മരിച്ചുപോയി. ഒരുപാട് പേർക്കെതിരെ അങ്ങനെ കേസുണ്ട്. അതൊക്കെ ഒരു പിൻവലിച്ച് ഒരു ഗുഡ് വിൽ മെഷർ CPM അല്ലെങ്കിൽ ഗവൺമെന്റ് മറ്റും കാണിക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഇങ്ങനെയല്ലേ ഭക്തർക്ക് നിലപാടെടുക്കാൻ പറ്റൂ. പക്ഷേ ഇതൊക്കെ പാർഷ്യലാകുമ്പോഴാണ് ഈ ഹിന്ദു ഐക്യവേദിക്കാരുടെ ചാനൽ ചർച്ചകൾ പറയുന്നത് വിഴിഞ്ഞത്തെ കേസ് പിൻവലിച്ചല്ലോ എന്നാണ്. വിഴിഞ്ഞത്തെ ഏത് കേസ് പിൻവലിച്ചു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നുണപ്രചാരണമാണ്. നെറ്റോ പിതാവിനെതിരെ ഉണ്ടായിരിക്കുന്ന ചാർജ് എന്താണ്? വധശ്രമമാണ്. അത് നോൺ ബെയിലബിൾ ആണ്. അതൊന്നും പിൻവലിച്ചിട്ടില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ